ടൈം പീരീഡും ഫ്രീക്വൻസിയുമുള്ള റിലേഷൻ നമ്മൾ ആദ്യമേ നോക്കാൻ വേണ്ടി പോകുന്നത്. നോക്കടാ, ടൈം പീരീഡ് ടി എന്ന് പറയുന്നത് 1/f ആണ്. എഫ് എന്ന് പറയുന്നത് 1/t ആണ്. എന്താണ് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ? ടൈം പീരീഡ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? T/n അല്ലേടെ. ഈ പറയുന്ന ഫ്രീക്വൻസി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? N/t അല്ലേടെ. ഇത് ഇതിന്റെ എന്താണ്? റെസിപ്രോക്കൽ അല്ലേ? ഹായ് ഫ്രണ്ട്സ്, I+ന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ AC-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു അല്ലെ? ജനറേഷൻ ഓഫ് AC നമ്മൾ പറഞ്ഞു. ഈ ജനറേഷൻ ഓഫ് AC കഴിഞ്ഞിട്ട് എന്തിനാണ് നമ്മൾ സൈൻ വേവ് ഉപയോഗിക്കുന്നുള്ള കാര്യം പറഞ്ഞു. എന്തുകൊണ്ട് മറ്റു വേവുകൾ ഉപയോഗിക്കുന്നില്ല? AC-ക്ക് DC-യേക്കാൾ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്തൊക്കെയായിരുന്നു? അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. നിങ്ങളെല്ലാം പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അതിന്റെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ AC ടെർമിനോളജിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് AC ടെർമിനോളജി എന്ന് പറയുന്ന ഭാഗം. ടെർമിനോളജി എന്ന് വെച്ചാൽ എന്താണ്? അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടേമുകളാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അല്ലെ? ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തെ കാര്യം എന്താണ്? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട കാര്യം എന്നുള്ളത് നന്നായിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെച്ചിരിക്കണം. കാര്യം എന്ന് വെച്ചാൽ ഇതൊന്നും ഭയങ്കര വലിയ മലമറിക്കുന്ന സംഭവങ്ങളൊന്നും അല്ല. നമ്മൾ കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇതാണ് എന്റെ കാര്യം. ഇതിന്റെ ഒരു അടിസ്ഥാനം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയും? മുന്നോട്ട് പഠിച്ചു പോകാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ഈ പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്ന് പറഞ്ഞാൽ? നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഇൻഡ്യൂസ്ഡ് EMF-ന്റെ ഇക്വേഷൻ EM. എന്താണ് നമ്മൾ എഴുതിയത്? സൈൻ. കൂടെ പറഞ്ഞു പോകണം, സൈൻ ωt. ഞാൻ എഴുതുമ്പോൾ നിങ്ങളും ഓട്ടോമാറ്റിക്കലി അത് പറയണം. EM സൈൻ ωt, വേർ EM ഈസ് ദ മാക്സിമം വാല്യൂ അല്ലെ? മാക്സിമം വാല്യൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്താണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ? നമുക്ക് നോക്കാം. ഇത് വാല്യൂ ഓഫ് an alternating quantity at any instant is called instantaneous value. അപ്പോൾ ഒരു ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ ഒരു ഇൻസ്റ്റന്റിലെ വാല്യൂ. അപ്പൊ നോക്കടാ, ഇതാണ് നമ്മുടെ AC. ഇതാണ് നമ്മുടെ AC എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ AC അല്ലെ? ഈ AC-യിൽ ഞാനിതാ ഈ ഒരു ഇൻസ്റ്റന്റ്, ഇതാണ് നമ്മുടെ AC-യിലെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇത് 2π റേഡിയൻ ആംഗിൾ ആണ്. ഇത്രയും ആംഗിൾ ആണ് നമുക്കറിയാം. ഈ പറയുന്ന രീതിയിൽ ഇത് 0, ഇത് 90, ഇത് 180, ഇത് 270 ആൻഡ് ഇത് 2π അല്ലെങ്കിൽ 360. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഇൻസ്റ്റന്റ് ഞാൻ എടുക്കുകയാണെങ്കിൽ, ഈ ഒരു ഇൻസ്റ്റന്റ് ഞാൻ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഇൻസ്റ്റന്റിൽ കിട്ടുന്ന വാല്യൂ, ആൾട്ടർനേറ്റീവ് ക്വാണ്ടിറ്റിയുടെ വാല്യൂ, അതിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറയണ്ടേ? ദ വാല്യൂ ഓഫ് ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി അറ്റ് എനി ഇൻസ്റ്റന്റ് ഈസ് കാൾഡ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ. ഓക്കെ അല്ലേ? ഇനി അടുത്ത പോയിന്റ്, ഇത് ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് ഓഫ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആൻഡ് ആൾട്ടർനേറ്റിംഗ് കറന്റ് ആർ റെപ്രസെന്റഡ് ബൈ V and I. നോക്കടേ, ഈ പറയുന്ന ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിന്റെയും ആൾട്ടർനേറ്റിംഗ് കറന്റിന്റെയും ഇൻസ്റ്റന്റേനിയസ് വാല്യൂ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തുപയോഗിച്ചുകൊണ്ടാണ്? സ്മാൾ വിയും സ്മാൾ ഐ ഉപയോഗിച്ചുകൊണ്ടാണ്. നമ്മൾ ചിലപ്പോൾ എഴുതുമ്പോൾ നമ്മൾ ഈ പറയുന്ന രീതിയിൽ I ക്യാപിറ്റൽ I നമ്മൾ എഴുതാറുണ്ടെങ്കിലും റെപ്രസെന്റ് ചെയ്യുന്ന രീതി എങ്ങനെയായിരിക്കണം? ഈ പറയുന്ന രീതിയിൽ സ്മാൾ ലെറ്റർ വിയും സ്മാൾ ലെറ്റർ ഐ ഉപയോഗിച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ 2 പോയിന്റ് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇത് വാല്യൂ ഓഫ് ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി അറ്റ് എനി ഇൻസ്റ്റന്റ് ഈസ് കാൾഡ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ. ഈ പറയുന്ന ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയിലെ വോൾട്ടേജിനെയും കറണ്ടിനെയും നമ്മൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടി VI എന്നിവ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ? ഇനി അടുത്ത പോയിന്റ് എന്താണ്? അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സൈക്കിൾ. അടുത്ത പോയിന്റ് എന്താണ്? സൈക്കിൾ എന്നുള്ളതാണ്. സൈക്കിൾ നോക്കൂ. What complete set of positive and negative values of an alternating quantity is known as cycle. അപ്പൊ എന്താ സൈക്കിൾ എന്ന് പറയുന്നത്? One complete set of പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ്, പോസിറ്റീവും നെഗറ്റീവും വാല്യൂസും കൂടെ കൂടിച്ചേരുന്ന അതിനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാല് സൈക്കിൾ എന്ന് പറയുന്നത്. നോക്കടാ,
നമ്മൾ എന്താണ് സൈക്കിൾ എന്ന് പറയാൻ വേണ്ടി പോവുകയാണ്. നോക്കടാ, ഈ പറഞ്ഞിരിക്കുന്ന പോസിറ്റീവ് സൈഡ്, ഇത് നെഗറ്റീവ് സൈഡ്, ഇത് രണ്ടും കൂടി ചേരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞാല് സൈക്കിൾ എന്ന് പറയുന്നത്. ഇത് കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് ഓഫ് ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഈസ് നോൺ ആസ് സൈക്കിൾ എന്ന് വിളിക്കുന്ന പേരാണ് സൈക്കിൾ എന്നാണ് പറയുന്നത്. A cycle can also be defined in terms of angular measure. A cycle can also be defined in terms of angular measure. One cycle corresponds to 360 degree electrical or 2 pi radian. ഓർത്ത് വച്ചിരിക്കണം. ഒരു സൈക്കിൾ എന്ന് പറയുന്നത് എത്രയാണെന്നുള്ള കാര്യം പഠിച്ചു വെക്കണം. 2 pi radian അല്ലെങ്കിൽ പിന്നെ എത്രയാണ് 360 ഡിഗ്രി ആണെന്നുള്ള കാര്യം ഓർത്തു വച്ചിരിക്കണം. 2 pi radian അല്ലെങ്കിൽ 360 ഡിഗ്രി ആണെന്നുള്ള കാര്യം ഓർത്തു വച്ചിരിക്കണം. മനസ്സിലായോ? അപ്പൊ എന്താ പറഞ്ഞേ? സൈക്കിൾ എന്ന് വെച്ചാൽ എന്താണ്? one complete set of positive and negative alternating quantity വിളിക്കുന്ന പേരാണ് സൈക്കിൾ അല്ലെ. സൈക്കിളിന്റെ ആംഗുലാർ മെഷർ നമ്മൾ എന്തിലൊക്കെ പറയുന്നേ? 360 ഡിഗ്രി അല്ലെങ്കിൽ 2 pi റേഡിയനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. രണ്ട് കാര്യം നമ്മൾ പറഞ്ഞേ. എന്തൊക്കെയാണ് പറഞ്ഞത്? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ നമ്മൾ പറഞ്ഞു, രണ്ട് നമ്മൾ പറഞ്ഞ കാര്യം സൈക്കിൾ പറഞ്ഞു. ഇനി അടുത്ത പോയിന്റ് എന്താണ്? ടൈം പീരീഡ്. അടുത്ത പോയിന്റ് എന്താണ്? ടൈം പീരീഡ്. എന്താണ് ഈ പറയുന്ന ടൈം പീരീഡ്? നമുക്ക് നോക്കാം. ടൈം പീരീഡിനെ നമ്മൾ സൂചിപ്പിക്കുന്ന ലെറ്റർ ടി എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ടി ടൈം പീരീഡിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് ടി. അപ്പൊ എന്താണ് നോക്കാം. ഇത് ടൈം ടേക്കൺ ഇൻ seconds to complete one cycle of an alternating quantity is called time period. It is generally represented by capital T. അപ്പൊ എന്താണ് പറയുന്നത്? ഒരു സൈക്കിൾ ഉണ്ടാകാൻ എടുക്കുന്ന സമയം, ഒരു ആൾട്ടർനേറ്റിംഗ് സൈക്കിൾ ഉണ്ടാകാൻ എടുക്കുന്ന സമയം, ആ സമയത്തെ വിളിക്കുന്ന പേരാണ് ടൈം പീരീഡ്, ക്യാപിറ്റൽ ടി. അപ്പൊ എന്താണ് ടൈം പീരീഡ് എന്ന് വെച്ചാൽ എന്ത് പറഞ്ഞു കൊടുക്കണം? ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ. ഒരു സൈക്കിൾ കംപ്ലീറ്റ് എടുക്കാനുള്ള സമയം. നോക്കൂ, ഒരു സൈക്കിൾ എന്ന് വെച്ചാൽ ഇതല്ലേ, അതുപോലെ തന്നെ അടുത്ത സൈക്കിൾ ഇതല്ലേ അടുത്ത സൈക്കിൾ എന്ന് പറഞ്ഞാല്. അപ്പൊ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു, അതിനെ വിളിക്കുന്ന പേരാണ് ടൈം പീരീഡ്. മനസ്സിലായോ? ടൈം പീരീഡിനെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. ടൈം പീരീഡ് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡിലാണ് പറയുന്നത്. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ പറഞ്ഞു, സൈക്കിൾ പറഞ്ഞു, നമ്മൾ അടുത്ത പറഞ്ഞ എന്താണ്? ടൈം പീരീഡ്. ഇനി അടുത്ത പോയിന്റ് എന്താണ് ഫ്രീക്വൻസി? Is the number of cycles that occur in 1 second is called the frequency of alternating quantity. അപ്പൊ the number of cycles per second നെ വിളിക്കുന്ന പേരാണ് frequency. Number of cycles per second നെ വിളിക്കുന്ന പേരാണ് frequency. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? F is equal to n/t എന്ന് എഴുതാം. നമുക്ക് എന്ത് എഴുതാം? n/t എന്ന് എഴുതാം. നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി. അപ്പൊ എന്താ ടൈം പീരീഡ് ഒന്ന് പറഞ്ഞു നോക്കൂ. എന്താ ടൈം പീരീഡ്? ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ, അതിന് വിളിക്കുന്നവരെ ടൈം പീരീഡ്. അപ്പൊ എന്താണ് ഫ്രീക്വൻസി? നമ്പർ ഓഫ് സൈക്കിൾസ് ഇൻ 1 സെക്കൻഡ്. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്ത് വരും ഇവിടെ? SI യൂണിറ്റ് ചോദിച്ചാൽ ഹെൻറിച്ച് ഹെഡ്സിന്റെ ബഹുമാനാർത്ഥം ഹെഡ്സ് ആണ് അതിന്റെ SI യൂണിറ്റ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? സൈക്കിൾസ് പെർ സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റ് പറയാം. അല്ലെങ്കിൽ യൂണിറ്റ് SI യൂണിറ്റ് എന്താണ്? ഹെഡ്സ് ആണ്. SI യൂണിറ്റ് എന്താണ്? ഹെഡ്സിലാണ് നമ്മൾ പറയുന്നത്. 1 heads is equal to 1 cycles per 1 second. ഒരു ഹെഡ്സ് എന്ന് പറയുന്നത് ഒരു സൈക്കിൾ പെർ 1 സെക്കൻഡ് ആണ്. അതിന് വിളിക്കുന്ന പേരാണ് ഒരു ഹെഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഫ്രീക്വൻസി എന്നുള്ള കാര്യം പറഞ്ഞു. F equal to n/t ആണ് ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് നമ്മൾ എന്തിലാ പറയുന്നത്? ഹെഡ്സിലാണ് പറയുന്നത്. അല്ലെങ്കിൽ സൈക്കിൾസ് പെർ സെക്കൻഡിൽ നമുക്ക് പറയാം. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ പറഞ്ഞു, സൈക്കിൾ എന്താണെന്ന് പറഞ്ഞു, ടൈം പീരീഡ് എന്താണെന്ന് പറഞ്ഞു,
ഈ പറയുന്ന ഫ്രീക്വൻസി എന്ന് പറയും. ഞാൻ അടുത്തൊരു ചോദിക്കട്ടെ, സൈക്കിളിലെ ഈ പറഞ്ഞിരിക്കുന്ന സൈക്കിൾ നമ്മൾ സൂചിപ്പിക്കുന്ന ആംഗുലാർ മെഷർ ഏതിലൊക്കെയാ പറയുന്നത്? ഒന്ന് പെട്ടെന്ന് ആലോചിച്ച് പെട്ടെന്ന് ഒന്ന് റീകളക്ട് ചെയ്തേ. ആംഗുലാർ മെഷർ ഏതിലൊക്കെയാ പറയുന്നത്? ഏതിലൊക്കെയാ പറയുന്നത്? 360ലും അല്ലെങ്കിൽ 2π റേഡിയനിലും അല്ലേ? എന്താണ് ടൈം പീരീഡ് എന്നുള്ള കാര്യം പെട്ടെന്ന് ആലോചിച്ച് പറഞ്ഞേ. എന്താണ് ടൈം പീരീഡ് എന്നുള്ള കാര്യം പെട്ടെന്ന് ആലോചിച്ച് പറഞ്ഞേ. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം. അപ്പൊ എന്താണ് ഫ്രീക്വൻസി? ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഫ്രീക്വൻസി കൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്താണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? ഹെഡ്സ് ആണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലേ? ഇനി അടുത്ത എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ആംപ്ലിറ്റ്യൂഡ്. അടുത്ത എന്താണ്? ആംപ്ലിറ്റ്യൂഡ്. The maximum value of positive or negative attained by an alternating quantity is called amplitude or peak value. Amplitude or peak value. നോക്കടാ, ഇതാണ് നമ്മുടെ AC എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ AC. ശരിയല്ലേ? ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഇവനെ ഒന്ന് ഡിവൈഡ് ചെയ്യുന്നു. ഇത് 0, ഇത് π/2, ഇത് π, ഇത് 3π/2, ഇത് 2π. ഓക്കെ, ഇതെന്റെ ω t ആംഗിൾ ആണെന്ന് കരുതിക്കും. അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന മാക്സിമം വാല്യൂ ഓഫ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് നോക്കട്ടെ. ഇവിടുത്തെ മാക്സിമം വാല്യൂ ഓഫ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് നിങ്ങൾ നോക്കിക്കേ. ഇതല്ലേടാ ഇവിടുത്തെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ? ഇവിടുത്തെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന മാക്സിമം വാല്യൂ ഓഫ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവിനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. പേരെന്താണ്? ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ആംപ്ലിറ്റ്യൂഡിന്റെ മറ്റൊരു പേരെന്താടാ? പീക്ക് വാല്യൂ. മറ്റൊരു പേരെന്താടാ? പീക്ക് വാല്യൂ. അപ്പൊ എന്താണ് ഈ പറയുന്ന ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്ത് പറയും? ദ മാക്സിമം വാല്യൂ അറ്റൈൻഡ് ബൈ ആൻ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഈസ് കാൾഡ് ആംപ്ലിറ്റ്യൂഡ് ഓർ പീക്ക് വാല്യൂ. ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ പീക്ക് വാല്യൂ എന്ന് പറയുന്നു. ഇത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഓർ കറന്റ് ഈസ് ഡിസൈൻഡ് ബൈ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നത് ഡിസൈൻഡ് ബൈ VM or IM. നമ്മൾ ഇതിന് എങ്ങനെയാണ് എഴുതുന്നത്? VM അല്ലെങ്കിൽ IM ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന VM അല്ലെങ്കിൽ IM ഉപയോഗിച്ചുകൊണ്ടാണ് ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ ഇക്വേഷൻ ഒന്ന് നോക്കടാ. നമ്മൾ ഇക്വേഷൻ എന്താണ്? E സമം EM sin ωt or V സമം VM sin ωt അല്ലെങ്കിൽ I സമം IM sin ωt. ഇവിടെ ഈ തന്നിരിക്കുന്ന VM, IM, EM എന്നീ ആളുകളാണ് ഇവിടുത്തെ ആരെന്ന് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് അഥവാ പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. മനസ്സിലായ? വ്യക്തമായിട്ട് പിടികിട്ടിയ? അപ്പോ എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്ത് പറയും? മാക്സിമം വാല്യൂ ഓഫ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഈസ് കാൾഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സൈൻ വേവ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് AC. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ EM, VM or IM അല്ലേ? അതിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താടാ? പീക്ക് വാല്യൂ എന്നും പറയാറുണ്ട്. വിളിക്കുന്ന മറ്റൊരു പേരെന്താടാ? പീക്ക് വാല്യൂ. ഓർത്ത് വെക്കാലോ. അപ്പൊ പറഞ്ഞ പോയിന്റുകൾ എന്തൊക്കെയാണ്? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്താണ് നമ്മൾ പറഞ്ഞു? ഈ പറയുന്ന സൈക്കിളും ടൈം പീരീഡും എന്താണ് നമ്മൾ പറഞ്ഞു? എന്താണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞ? ഈ പറയുന്ന ഫ്രീക്വൻസി എന്താണ്? ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് പറഞ്ഞു. ഇവ എങ്ങനെ സൂചിപ്പിക്കാം എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു. ഈ പറയുന്ന ഫ്രീക്വൻസി മീൻസ് ഈ പറഞ്ഞിരിക്കുന്ന ഫ്രീക്വൻസി, ടൈം പീരീഡ്, സൈക്കിൾ, ഈ പറയുന്ന ആംപ്ലിറ്റ്യൂഡ്, ഇത്രയും കാര്യം വ്യക്തമായിട്ട് മനസ്സിലായോ? പെട്ടെന്ന് ഓടിച്ച് പറയാം. ഒരു ഇൻസ്റ്റന്റിൽ ഉണ്ടാകുന്ന വാല്യൂ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ. സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫുൾ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോസിറ്റീവ് നെഗറ്റീവ് കൂടെ ചേരുമ്പോൾ ഒരു ഫുൾ സൈക്കിൾ എന്ന് പറയുന്നത്. അത് നമ്മൾ സാധാരണ പറയുന്നത് എന്തിനാണ്? 2π റേഡിയൻ അല്ലെങ്കിൽ 360 ഡിഗ്രിയിലാണ് പറയാറുള്ളത്. പിന്നെ അടുത്ത എന്താണ്? ടൈം പീരീഡ്. ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ വിളിക്കുന്ന പേരാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. എന്താണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി. യൂണിറ്റ് ഹെഡ്സിലാണ് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താണ്? മാക്സിമം വാല്യൂ അല്ലെങ്കിൽ പീക്ക് വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ എന്ത് ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്മൾ ഈ പറയുന്ന VM അല്ലെങ്കിൽ IM ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത്രയും വ്യക്തമായിട്ട് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം. ഇമ്പോർട്ടന്റ് റിലേഷൻസ്
ഇമ്പോർട്ടന്റ് റിലേഷൻസ് വ്യക്തമായിട്ട് പഠിക്കേണ്ടതാണ്. ഇമ്പോർട്ടന്റ് റിലേഷൻസ് നോക്കടാ. ടൈം പീരീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ആദ്യം വേണ്ടി നോക്കാൻ വേണ്ടി പോകുന്നത്. ടൈം പീരീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. ടൈം പീരീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ആദ്യം വേണ്ടി നോക്കാൻ വേണ്ടി പോകുന്നത്. നോക്കടാ, ടൈം പീരീഡ് ടി എന്ന് പറയുന്നത് 1/f ആണ്. എഫ് എന്ന് പറയുന്നത് 1/t ആണ്. എന്താണ് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ? ടൈം പീരീഡ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? T/n അല്ലേടെ. ഈ പറയുന്ന ഫ്രീക്വൻസി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? n/t അല്ലേടെ. ഇത് ഇതിന്റെ എന്താണ്? റെസിപ്രോക്കൽ അല്ലേ? അങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ കിട്ടിയത്. ഏത് ഇക്വേഷൻ കിട്ടിയത്? ദാണ്ട് ഈ ഇക്വേഷൻ കിട്ടിയത്. ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 1/f. അതേപോലെ തന്നെ എഫ് ഈസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടിയത്? 1/t കിട്ടിയത്. എഫ് ഈസ് ഈക്വൽ ടു 1/t കിട്ടിയത്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഇനി അടുത്ത് നോക്കടാ, ആംഗുലാർ വെലോസിറ്റി ആൻഡ് ഫ്രീക്വൻസി. ആംഗുലാർ വെലോസിറ്റി ആൻഡ് ഫ്രീക്വൻസി. ആംഗുലാർ വെലോസിറ്റിയെ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് ഒമേഗ. ആംഗുലാർ വെലോസിറ്റിയെയും ആംഗുലാർ ഫ്രീക്വൻസിയും സൂചിപ്പിക്കാൻ വേണ്ടി ഒമേഗ എന്ന് പറഞ്ഞ ലെറ്റർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ പറയുന്ന ഒമേഗ എങ്ങനെ കണ്ടെത്താം? ആംഗിൾ ടേൺഡ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒമേഗ എന്ന് പറയുന്നത് ആംഗിൾ ടേൺഡ് മൊത്തം എത്രയാണ് നോക്കൂ. ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ നോക്കൂ 2π അല്ലേ. ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ 2π അല്ലേ. 2π ഡിവൈഡഡ് ബൈ ഇതിനെടുക്കുന്ന ടൈം പീരീഡ്. 2π ഡിവൈഡഡ് ബൈ ഇതിനെടുക്കുന്ന ടൈം പീരീഡ് 2π/t. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 2π/t എന്ന് കിട്ടി. 2π/t. അപ്പൊ ഓർത്ത് വെച്ചിരിക്കുക, എന്താണ് ഒമേഗ എന്ന് പറഞ്ഞാൽ? എന്താണ്? 2π/t ആണ്. 2π/t ആണ്. 2π/t ആണ്. അപ്പൊ ആംഗുലർ വെലോസിറ്റി നമുക്ക് കിട്ടി 2π/t. ഇനി നമുക്ക് അറിയാം, നോക്കടാ, ഒമേഗ സമം 2π × 1/t എന്ന് ഇതിനെ എഴുതിക്കൂടെ? 1/t എന്ന് ഇതിനെ എഴുതിക്കൂടെ? എടാ 1/t എന്താടാ? 1/t എന്താടാ? എഫ് അല്ലേ. അപ്പൊ നമുക്ക് എന്താ എഴുതാം? ഒമേഗ സമം 2πf എന്ന് എഴുതാം. ഒമേഗ സമം നമുക്ക് എന്താ എഴുതാം? 2πf എന്ന് എഴുതാം. വളരെ ഇമ്പോർട്ടന്റ് ഉള്ള റിലേഷൻ ആണ്. പരീക്ഷയ്ക്ക് മിക്കവാറും ഒക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഈ പറഞ്ഞിരിക്കുന്ന ആംഗുലാർ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒമേഗ സമം 2πf. ഒമേഗ സമം 2πf. ഒമേഗ സമം 2πf അല്ലെങ്കിൽ ഒമേഗ സമം 2π/t. ഇത് രണ്ടും വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. കാണാതെ പഠിച്ചിരിക്കണം. ഒന്നുകൂടെ നമുക്ക് പറയാം. എഫ് സമം 1/t അല്ലെങ്കിൽ ടി സമം 1/f. അവ തമ്മിലുള്ള റിലേഷൻ മനസ്സിലായേ? അവ തമ്മിലുള്ള റിലേഷൻ നമുക്ക് പിടികിട്ടിയേ? ഇനി ആംഗുലാർ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. ഒമേഗ സമം 2π/t. ഇവിടെ 1/t എന്ന് വെച്ചാൽ എഫ് അല്ലേ. അപ്പൊ നമുക്ക് എന്താ എഴുതാം? ഒമേഗ സമം നമുക്ക് എന്താ എഴുതാടാ? 2πf എന്ന് എഴുതാം. 2πf എന്ന് എഴുതാം. 2πf എന്ന് എഴുതാം. മനസ്സിലായോ? പിടികിട്ടിയോ? ഓർമ്മയുണ്ടല്ലോ? ഒമേഗ സമം 2π/t അല്ലെങ്കിൽ 2πf. അതേപോലെ തന്നെ എഫ് സമം 1/t, അതുപോലെ ടി സമം 1/f. ഇനി അടുത്തത് എന്താണ്? ഈ പറയുന്ന ഫ്രീക്വൻസി ആൻഡ് സ്പീഡ്. ഫ്രീക്വൻസി ആൻഡ് സ്പീഡ് നമ്മൾ ഇനി അങ്ങോട്ട് ഈ പറയുന്ന DC ജനറേറ്ററും അതുപോലെ തന്നെ AC ജനറേറ്ററും അല്ലെങ്കിൽ AC മോട്ടറൊക്കെ പഠിക്കുന്ന സമയത്ത് സ്പീഡിന്റെ ഇക്വേഷൻ നമ്മൾ പഠിക്കും. കാരണം മോട്ടറും അല്ലെങ്കിൽ ജനറേറ്ററൊക്കെ കറങ്ങുമ്പോൾ സ്പീഡില്ലേ. അപ്പൊ ആ സ്പീഡിൽ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് എത്ര തവണ അത് കറങ്ങുന്നു എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ പഠിക്കണം. എഫ് സമം NP ഡിവൈഡഡ് ബൈ 120. എഫ് സമം NP ഡിവൈഡഡ് ബൈ 120. ഞാൻ ഇവിടെ മാറ്റി എഴുതാം. എഫ് സമം NP ഡിവൈഡഡ് ബൈ 120. NP divided by 120, where N is the speed, P is the pole. N is the speed, P is the pole. N എന്ന് പറയുന്നത് സ്പീഡിനെ സൂചിപ്പിക്കുന്നു. P എന്ന് പറയുന്നത് അവിടുത്തെ നമ്പർ ഓഫ് പോൾസിനെ എന്ത് ചെയ്യുന്നു? സൂചിപ്പിക്കുന്നു. പിടികിട്ടിയോ? അപ്പൊ എഴുതിയിരിക്കുന്ന ഇക്വേഷൻസ് എല്ലാം കൂടെ നമുക്ക് ഒന്നും കൂടെ എന്ത് ചെയ്യാം? നോക്കാം. എഴുതിയിരിക്കുന്ന ഇക്വേഷൻസ് എന്തൊക്കെയാണ്? നമ്മൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ എഴുതിയിരിക്കുന്ന ഇക്വേഷൻസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കൂടെ പറയണം. എഫ് സമം എന്താണ് പറഞ്ഞത്? 1/t അല്ലെ. അടുത്ത ഇക്വേഷൻ പറ. ടി സമം എന്താണ്? 1/f. ശരിയല്ലേ? ഒമേഗ സമം എന്താണ് ഇക്വേഷൻ? 2π/t അല്ലെങ്കിൽ ഒമേഗ സമം നമുക്ക് എന്താ എഴുതാം? 2πf.
ശരിയല്ലേ? ഇനി അടുത്തത് ഈ പറഞ്ഞ ഫ്രീക്വൻസി എന്താണ്? NP ഡിവൈഡഡ് ബൈ 120. ഇത്രയും പഠിച്ചാടാ. ഇത് വളരെ ബേസിക് ആണ്. വളരെ 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 ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ അത് കയറ്റിയാൽ മാത്രമേ നമുക്ക് ചെറിയ ചെറിയ പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ. ഓക്കെ അല്ലേ? ഇനി അടുത്ത എന്താണ് ഫേസ്? നോക്കടാ, എന്താണ് ഫേസ്? It is the fraction of the time period or cycle that has elapsed since it has last passed from the chosen zero position or origin phase at time t is t/t. എന്താണ് സംഭവം? ഇതല്ലേടാ നമ്മുടെ AC എന്ന് പറഞ്ഞാല്. ഇറ്റ് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് ടൈം പീരീഡ്. ഇതല്ലടാ നമ്മളെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാല്. ഇതല്ലേ നമ്മുടെ ടൈം പീരീഡ്. ഇറ്റ് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് ടൈം പീരീഡ്. അപ്പൊ നോക്കടേ, ഇത് ഇവിടെ നിന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും ഭാഗത്തെത്തി എന്ന് കരുതിക്കോ. ഈ പറഞ്ഞിരിക്കുന്ന സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത് ഇത്രയും ഭാഗത്തെത്തി എന്ന് കരുതിക്കോ. ഇറ്റ് ഹാസ് ലാസ്റ്റ് ഫ്രം ദ ചൂസൺ സീറോ പൊസിഷൻ ഓർ ഒറിജിൻ ഫേസ് ടൈം. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഒറിജിനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഏത് പോയിന്റിലെത്തി ആ പോയിന്റിലെ ടൈം. മനസ്സിലായില്ലേ? നമുക്കറിയാം ഈ പറഞ്ഞിരിക്കുന്ന AC ഉണ്ടായി എന്ന് പറയുമ്പോൾ ഓരോ ഇൻസ്റ്റന്റിലുമുള്ള ഓരോ പോയിന്റുകൾ ചേർന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന AC ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ ടൈം പീരീഡ്, ഈ പറഞ്ഞ ടോട്ടൽ ടൈം പീരീഡ് ഉണ്ട്. ആ ടോട്ടൽ ടൈം പീരീഡിന്റെ എത്ര ഭാഗമാണ് എന്നുള്ളതാണ് എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നത്? ഫേസ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് ഫേസ് എന്ന് വെച്ചാൽ എന്ത് പറയും? ഇറ്റ് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് ടൈം പീരീഡ്. അതിന് വിളിക്കുന്ന പേരാണ് ഫേസ്. അതെങ്ങനെ സൂചിപ്പിക്കാം? T/T, സ്മാൾ t by capital T. അതാണ് ഫേസ് എന്ന് പറയുന്നത്. അതാണ് ഫേസ്. ആ ഫേസ് ആംഗിൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ദാ എഴുതിയിരിക്കുന്ന തീറ്റ സമം 2π into T/T. 2π into T/T. ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതാം. 2π into T/T. 2π into T/T. T/T എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന ഫ്രാക്ഷൻ ഓഫ് ടൈം പീരീഡ് ആണ്. മനസ്സിലായോ? T/T വെച്ചാൽ ഫ്രാക്ഷൻ ഓഫ് ടൈം പീരീഡ് ആണ്. അപ്പൊ തീറ്റ സമം എന്ത് എഴുതാൻ പറ്റും? 2π into T/T. 2π into T/T. അതിന് വിളിക്കുന്ന പേരാണ് ഫേസ്. അല്ലെങ്കിൽ ഫേസ് ആംഗിൾ എന്ന് വിളിക്കുക 2π into T/T. മനസ്സിലായോ? അപ്പോ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഫേസ്, ഫേസ് ആംഗിൾ, അതേപോലെ തന്നെ തൊട്ട് മുമ്പ് പഠിച്ച ആംഗുലാർ ഫ്രീക്വൻസി, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ്. ഇത്രയും ഓർമ്മയുണ്ടോ? കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. നോക്കൂ, ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഫേസ് ആംഗിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത്. നോക്കണേ, ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയി അടുത്ത എത്ര സൈക്കിൾ ആണ് നോക്കൂ. ഇവിടം തൊട്ട് ഇവിടം വരെയാകുമ്പോഴത്തേക്ക് ഒരു സൈക്കിൾ. അടുത്ത ഈ പറഞ്ഞിരിക്കുന്ന രീതി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 2 സൈക്കിൾ. അടുത്ത സൈക്കിൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്കുള്ള ഈ പറഞ്ഞിരിക്കുന്ന ആംഗിൾ, ഇവ തമ്മിലുള്ള ആംഗിൾ, അതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഫേസ് ആംഗിൾ കൊണ്ട് എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ. ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും ഇത് രണ്ടും ഒരേ ഫേസ് ആംഗിൾ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നോക്കടേ, ഈ പറഞ്ഞിരിക്കുന്ന ഇത് രണ്ടും ഒരേ ഫേസിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ഭാഗം പോയിരിക്കുന്നത് എങ്ങനെയാണോ അതേ ഫേസിലൂടെ തന്നെയാണ് പോയിരിക്കുന്നത്. അതായത് വോൾട്ടേജും കറണ്ടും ഇവിടെ എങ്ങനെയാണെന്ന് പറയാൻ കഴിയും? രണ്ടും സെയിം ഫേസിലാണെന്ന് പറയാം. അതായത് ഇവയ്ക്കിടയ്ക്ക് എന്തില്ല? ഫേസ് ആംഗിൾ ഡിഫറൻസ് ഇല്ല എന്ന് പറയാനായിട്ട് കഴിയും. ഫേസ് ആംഗിൾ എങ്ങനെയാണ് കാണുന്നത്? 2π into T/T അല്ലെ? അപ്പൊ ഇവ രണ്ടും ഒരേ ഫേസിലാണ് കിടക്കുന്നത്. അപ്പൊ ഇവയ്ക്കിടയ്ക്ക് എന്തില്ല? ഫേസ് ആംഗിൾ ഇല്ല. ഈ പറഞ്ഞിരിക്കുന്ന VM ഉം IM ഉം സൂചിപ്പിക്കുന്ന എന്താണ്? അതിന്റെ മാക്സിമം വാല്യൂ ആണ് അല്ലെ? മാക്സിമം വാല്യൂ ആണ് VM ഉം IM ഉം സൂചിപ്പിക്കുന്നത്. എപ്പോഴും വോൾട്ടേജിനേക്കാൾ അല്പം താഴ്ന്നായിരിക്കും കറണ്ട് നിൽക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന മാക്സിമം വാല്യൂസ് ആണ് ഈ കൊടുത്തിരിക്കുന്ന റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന VM ഉം IM ഉം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാക്സിമം വാല്യൂസ് ആണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഫേസ് എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന ഫേസ് ഡിഫറൻസ് എന്താണെന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യണം? നമ്മളൊന്ന് ഓർത്ത് വെച്ചിരിക്കണം അല്ലെ? അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ആലോചിച്ച് നോക്കടാ.
നമ്മൾ പറഞ്ഞ പോയിന്റുകൾ എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞ പോയിന്റുകൾ ഇവിടെ തൊട്ട് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്താണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ പറഞ്ഞു. അതേപോലെ തന്നെ സൈക്കിൾ എന്താണ്, ടൈം പീരീഡ് എന്താണ് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഫ്രീക്വൻസി എന്താണ്, ആംപ്ലിറ്റ്യൂഡ് എന്താണ് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഈ പറയുന്ന ആംഗുലാർ വെലോസിറ്റിയും ഫ്രീക്വൻസിയും ടൈം പീരീഡും ഫ്രീക്വൻസിയുമുള്ള റിലേഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ ഈ പറയുന്ന ഫ്രീക്വൻസിയും സ്പീഡും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ ഈ പറയുന്ന ഫേസ് എന്താണ്, ഫേസ് ആംഗിൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന ഗ്രാഫിൽ നിന്ന് ഇവ തമ്മിൽ ഒരേ ഫേസിലാണോ, ഫേസ് ഡിഫറൻസ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തു? മനസ്സിലാക്കി. പിടികിട്ടിയോ? പറഞ്ഞ പോയിന്റുകളെല്ലാം തന്നെ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ആ പോയിന്റുകളുടെ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് ചില ചോദ്യങ്ങളൂടെ നോക്കിയാലോ? ചില ചോദ്യങ്ങളൂടെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. ഓക്കെ അല്ലേ? പറഞ്ഞ പോയിന്റുകളെല്ലാം മനസ്സിലുണ്ടല്ലോ? ആ പറഞ്ഞ പോയിന്റുകളെല്ലാം വായിച്ച് നോക്കി ക്ലിയർ ആക്കിയതിനു ശേഷം മാത്രമേ ക്വസ്റ്റ്യൻ സെഷനിലേക്ക് നിങ്ങൾ പോകാവൂ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുത്ത് നിങ്ങൾ ഈ പറഞ്ഞ വീഡിയോ പോസ് ചെയ്ത് വച്ചിട്ട് എന്ത് ചെയ്യണം? അതിന്റെ ആൻസർ ചെയ്യാൻ വേണ്ടി നോക്കണം. എന്നിട്ട് വേണം ഈ പറഞ്ഞ ആൻസർ കീയിലേക്ക് പോകാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യ ചോദ്യം എന്താണ്? ആൻ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഈസ് ഗിവൺ ബൈ V = 20 sin 157t. ഇത് ഫ്രീക്വൻസി ഓഫ് ദ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഈസ് ഡാഷ്. ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്താണ്? V = Vm sin ωt. Vm sin ωt. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ദ ഫ്രീക്വൻസി ഓഫ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ഇത് നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. അപ്പൊ V = 20 sin 157t എന്നല്ലേ തന്നിരിക്കുന്നത്. 157t എന്നല്ലേ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒമേഗ ഉണ്ട്. എത്രയാ തന്നിരിക്കുന്നേ? 157. ഒമേഗയുടെ റിലേഷനിൽ ഇക്വേഷൻ എന്താണ്? ഒമേഗ = 2πf അല്ലേടെ. ഒമേഗ = 2πf അല്ലേടെ. അങ്ങനെയാണെങ്കിൽ എഫ് സമം എന്തായിരിക്കും ഇവിടെ? ω/2π അല്ലേടെ. ഈ പറയുന്ന ഒമേഗ അവർ തന്നിട്ടില്ലേ? 157 ഡിവൈഡഡ് ബൈ 2 × 3.14. ചെയ്ത് ഉത്തരം നോക്കുക. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റൂലേ? ഇതിന് ഉത്തരം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റൂലേ? 157 ഡിവൈഡഡ് ബൈ 2 × 3.14 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 25 ഹെർട്സ് ആയിരിക്കും. ചെയ്യേണ്ട രീതി പിടികിട്ടിയോ? ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷനും ഇതും നമ്മൾ താരതമ്യം ചെയ്യുക. നമ്മുടെ ഇക്വേഷൻ ഇട്ട് ചെയ്യുക. ഒമേഗ = 2πf. അവിടെ നിന്ന് ഈ പറഞ്ഞ ω/2π ഇട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? ചെയ്യാൻ പറ്റൂലേ? ഇനി അടുത്ത ചോദ്യം എന്താണ്? An AC generator having 10 poles and running at 600 RPM generate an alternating frequency എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം പോസ് ചെയ്ത് വയ്ക്ക്, എന്നിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. നമ്മുടെ ഇക്വേഷൻ എന്താണ്? F = എന്താണ് ഇക്വേഷൻ? NP ഡിവൈഡഡ് ബൈ 120 ആണ്. N അവർ തന്നിട്ടുണ്ട്. N എത്ര തന്നിരിക്കുന്നത്? 600 RPM ആണ് തന്നിരിക്കുന്നത്. P എത്ര തന്നിരിക്കുന്നത്? 10 പോൾ ആണ് തന്നിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂസ് ഇട്ട് ചെയ്യണം. 600 × 10 ഡിവൈഡഡ് ബൈ 120 ചെയ്യണം. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയും നോക്കണം. എത്രയാണ് കിട്ടുന്ന ഉത്തരം? ചെയ്ത് നോക്കുക. ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. എത്രയാണ് കിട്ടുന്നത്? 50 ഹെർട്സ്. സിമ്പിൾ അല്ലേ? F = NP ഡിവൈഡഡ് ബൈ 120 ചെയ്താൽ മതി. സിമ്പിൾ പരിപാടി, വേറെ ഒന്നുമില്ല. ഇനി അടുത്ത ചോദ്യം സ്പീഡ് കൂടുതലാണോ എന്ന് നോക്കുക. പോസ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ആൻസർ ഈ പറയുന്ന രീതിയിൽ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അല്ലാതെ ഈ പറഞ്ഞ രീതിയിൽ ഒരുമിച്ച് എഴുതാൻ വേണ്ടി നോക്കരുത്. ഓക്കെ, 1 cycle of a sinusoidal wave is equal to 1 cycle. നോക്കണേ, 1 cycle എന്താണ്? 1 cycle എന്ന് പറയുന്നത് 1 cycle നമ്മൾ എങ്ങനെയാ വരയ്ക്കുന്നേ? 1 cycle എന്ന് പറഞ്ഞാൽ ഇതാണ് 1 cycle എന്ന് പറഞ്ഞാൽ. 1 cycle എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ എത്രയുടെ നമുക്കറിയാം? 2π റേഡിയൻ ആണ്. അപ്പൊ ഉത്തരം എന്താണ്? 2π റേഡിയൻ ആണ്. ഉത്തരം 2π റേഡിയൻ അല്ലെ? ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ 2π റേഡിയൻ ആണ്, അല്ലെങ്കിൽ 360 ഡിഗ്രി ആണ്. നമ്മൾ പഠിച്ച പോയിന്റ് ആണ് അല്ലെ? അപ്പൊ കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. 1 cycle of sinusoidal wave എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2π റേഡിയൻ ആണ്. ഇനി നോക്കൂ, AC മെയിൻ സപ്ലൈ ഇൻ ഇന്ത്യ ഹാസ് ദ ഫ്രീക്വൻസി ഓഫ്. ഇന്ത്യയിൽ എത്രയാണ് ഫ്രീക്വൻസി? നമ്മൾ കൊച്ചുനാൾ തൊട്ടേ കേൾക്കുന്നതാണ്. ഇന്ത്യയിലെ ഫ്രീക്വൻസി എത്രയാണ്? 50 ഹെർട്സ്. 50 ഹെർട്സ് ആണ് ഇന്ത്യയിലെ ഫ്രീക്വൻസി. എത്ര ഹെർട്സ് ആണ്? 50 ഹെർട്സ് ആണ്.
ഓർത്ത് വെച്ചിരിക്കണം. 50 ഹെഡ്സ് ആണ്, 60 ഹെഡ്സ് ആണ് അമേരിക്കയിലൊക്കെ ഉപയോഗിക്കുന്നത്. 60 ഹെഡ്സ് ഫ്രീക്വൻസി 120 വോൾട്ട് ആണ്. നമുക്ക് 50 ഹെഡ്സ് 230 വോൾട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത്. ഇനി നോക്കൂ, the frequency of an alternating voltage is given by the frequency of an alternating voltage എങ്ങനെ കണ്ടുപിടിക്കുന്നേ? ഇക്വേഷൻ ഓർത്ത് പറ, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം ഒമേഗ സമം നമ്മൾ പഠിച്ചു 2πf ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് സമം എന്തായിരിക്കും? ഒമേഗ ബൈ 2π. ഒമേഗ ബൈ 2π. ഓപ്ഷൻ ഉണ്ടോ നോക്കുക. യെസ്, ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ 1 ഒമേഗ ബൈ 2π. ഒമേഗ ബൈ 2π. മനസ്സിലായോ? പിടി കിട്ടിയോ? എളുപ്പമല്ലേ? സിമ്പിൾ ചോദ്യങ്ങൾ അല്ലെ. ഇനി a signal with a 400 microsecond period has a frequency 400 microsecond. അപ്പൊ ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കും? എഫ് സമം ഫ്രീക്വൻസി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എഫ് സമം എന്താണ്? 1/t ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടി തന്നിട്ടുണ്ട് എത്രയാണ്? 400 മൈക്രോ സെക്കൻഡ്. അപ്പൊ 400 × 10⁻⁻6 സെക്കൻഡ്. ഇതിട്ട് എന്ത് ചെയ്യണം? അപ്പൊ എഫ് സമം 1/400 × 10⁻⁻6. അത് മേളിൽ വരുമ്പോൾ എന്ത് വരും? 10⁻6 ഡിവൈഡഡ് ബൈ 400 എന്നാവും അല്ലെ. ഒരു മൈക്രോ സെക്കൻഡ് എന്ന് പറയുന്നത് 10⁻⁻6 സെക്കൻഡ് ആണ്. ഇതിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ചെയ്തു നോക്കുമ്പോൾ നമുക്ക് 2500 ഹെഡ്സ് എന്ന് വരും. 2500 ഹെഡ്സ് എന്ന് വരും. മനസ്സിലായോ? ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. എന്നിട്ട് ഈ പറയുന്ന 400നെ 4 × 100 ആക്കുക, 10⁻2 ആക്കുക, മേളിൽ കൊണ്ടുവരിക ചെയ്യുക. ഇതാണ് എന്റെ ഉത്തരവ് എന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല്. വീണ്ടും നമുക്ക് അടുത്ത ടോപ്പിക്കുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.